ഈ മീറ്റിംഗ് വരുമ്പോഴത്തേക്കും കിട്ടുന്ന പൂർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതായത് ഒരു മനുഷ്യന് ശിശുവായുസിനോ 82 വയസ്സായി ഏകദേശം 85 വയസ്സാണ് ഒരു മനുഷ്യായുസ് സാധാരണ എടുത്തിട്ടാണ്. അതിന് ഏകദേശം 38-40 വർഷം. അതായത് ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് ഒരു 5 മണി വരെ സമയം. അപ്പൊ ജീവിതത്തിൽ ഏകദേശം 40 വർഷവും ഈ പ്രധാനപ്പെട്ട സമയം, അതായത് രാവിലെ 9 തൊട്ട് 5 മണി വരെ ആരുടെ കൂടെയാണോ നമ്മൾ പ്രവർത്തിച്ചത് അവരുടെ കൂട്ടത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ വന്ന് കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ അതാണ് ഒരു ശിശുവിന് മാത്രമല്ല അതാണ് ഒരു ശിശുവുള്ള മഹാഭാഗ്യം എന്ന് പറയുന്നത്. ഇതിൽ ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് കാണുക ചിലപ്പോൾ കാര്യങ്ങളേ അല്ല. ഞാൻ പലപ്പോഴും ഒരു കാര്യം ജീവിതത്തെ കുറിച്ച് ഞാൻ പറയുകയാണ്. കാരണം നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമ്പോൾ അത് സ്വല്പം കാരണം നമ്മൾ കൂടുതൽ 2-3-4 പേര് ഓരോരുത്തർക്ക് ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഉണ്ടായാലും കൂടെ ഇല്ല. അടുത്ത പ്രാവശ്യം നമ്മളുടെ ഈ 300 രൂപ ചേർത്തെടുത്ത് ഒരു വർഷത്തിൽ ഒരിക്കുക നമ്മുടെ 500 രൂപ ഒരു പക്ഷേ എല്ലാവർക്കും നമുക്ക് സന്തോഷമായി ഒരു ദിവസം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം നോക്കാം. അതാണ് ഏറ്റവും പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ ആരുടെ കൂട്ടത്തിലാണോ ചെലവഴിച്ചത് അവരെ കൂട്ടത്തിൽ ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഇവിടെ ക്രോസ് സെക്ഷൻ സാധിക്കും. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ബോർഡിന്റെ പ്രവൃത്തി നമ്മൾ എടുത്ത് നോക്കിയാണെങ്കിൽ ഞാൻ കന്യാകുമാരി തൊട്ട് അരുണാചൽ പ്രദേശ് വരെ അരുണാചൽ പ്രദേശിലെ ജോലി എന്ന് വെച്ചാൽ കന്യാകുമാരിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ജോലിക്കുള്ള ജോലിയല്ല. സമ്പാദിക്കാനുള്ള വിഷമമുണ്ട്. നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യും. അവിടെ ശരിക്കും അൽഫ സുൽഫ ഓറോർ പരിസ് നാഗാർ പരിസ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കൂട്ടത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജോലി എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ബോധം തരുന്ന കാര്യം അവിടെ ഇരിപ്പുണ്ട്. അതായത് അവരുടെ കയ്യിരിക്കുന്ന AK-47 റൈഫിൾ നമ്മൾ വാങ്ങി മാറ്റി വെച്ചിട്ട് അവരെ കൊണ്ട് റബ്ബർ കൃഷി ചെയ്യിപ്പിക്കുന്ന പണിയാണ് നമ്മൾ ചെയ്തത്. ശരിക്കും ബോഡോലാൻഡിലൊക്കെ റബ്ബർ കൃഷി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിച്ച വൈഷമ്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് വിവരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസങ്ങളോട് ഒരു തരത്തിലുള്ള ദിവസങ്ങളോട് അടികൊണ്ട ആൾക്കാർ അടികൊണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം മുഴുവൻ വനത്തിനകത്ത് കഴിയേണ്ട ഒന്നാണ്. തല്ലും കൊണ്ടിട്ട് രക്ഷപ്പെടാൻ ഒരാളിനെ പിടിച്ചോണ്ട് പോയി 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ തിരിച്ചു വിട്ടാൻ. ഈ 4 ദിവസം കൊണ്ട് അവൻ അനുഭവിച്ച വേദന. കാരണം പകൽ കൊടുക്ക ഒരു ഇരുട്ട് മുറിയിൽ കൂട്ടിയിട്ട് രാത്രിയാകുമ്പോൾ തുറന്നു കൊടുക്കും. എന്നാൽ 2 കയ്യിലും 2 കാലിലും കയറി കിട്ടി വേറെ ഓടിപ്പോകാതെ അവരെ നമ്മൾ 4 ലക്ഷം രൂപ അത് എന്ത് സംഭവിച്ചോ നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. ചത്തുപോയി എന്ന് പറഞ്ഞാൽ ഇയാൾ കൊന്നുകളഞ്ഞോളി അത് സംശയം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം താഴെ തൊട്ടുള്ള ആൾക്കാരുടെ മുതൽ ടോപ്പ് വരെയുള്ള ആൾക്കാരുടെ സഹകരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തീർത്തു പറയാം. ഇവിടെ ശങ്കുണ്ണനായിരുന്നൊരു ഡ്രൈവറുണ്ട്.
ആ ഡ്രൈവർ ഒരു പക്ഷേ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കൊക്കെ ഈ രീതിയിലൂടെ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ പലപ്പോഴും സന്ദർഭങ്ങൾ അവിടെ ഒരു സിദ്ധാന്ത ഒരു ഡ്രൈവർ ആഫീസിൽ 7 സംസ്ഥാനങ്ങൾ പറയാം. ആസാം, മേഘാലയ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ. വഴി പോലും നമുക്ക് അറിഞ്ഞു എവിടെ പോകണം. പക്ഷെ അന്ന് നമ്മളെ സഹായിച്ചത് ഈ ഡ്രൈവർ. അങ്ങേരുടെ സഹായം ഇല്ലായിരുന്നു എങ്കിൽ എനിക്കന്ന് സിറിയക് സാറായിരുന്നു ചെയർമാൻ. ലൈസൻസ് തരില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരുപാട് റബ്ബർ സ്മഗ്ലിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്, അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ എനിക്ക് 1 വർഷമായി എനിക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി. പിന്നെ അവസാനം ഞാൻ സാറിന് ശരിക്ക് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ലൈസൻസ് വാങ്ങിയത്. പക്ഷെ 1975 എൻ്റെ ഈ നമ്പർ 9564 ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം 4 ഡിജിറ്റിൽ അന്ന് 4 ഡിജിറ്റ് ആയിരുന്നു. അത് 10 11 ഡിജിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അന്ന് മുതൽ ഞാൻ ഡീലറായി. ഒരു 2 വർഷം തന്നെ ഞാൻ റീറ്റെയിൽ ആയിട്ട് ചെയ്തോളൂ. അത് കഴിഞ്ഞ് ഹോൾസെയിൽ ഡീലറായി. പിന്നെ അത് കഴിഞ്ഞ് ടയർ കമ്പനിക്ക് എക്സ്പോർട്ട് ചെയ്തു. എല്ലാത്തിലും എല്ലാ കാര്യത്തിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും വളരെ ആകാംക്ഷയോടുകൂടി ചെയ്തു. അതിനെല്ലാം കാരണക്കാര് ഈ ഇരിക്കുന്ന നിങ്ങളാണ്. കാരണം റബ്ബർ ബോർഡിനെ ഡെവലപ്പ് ചെയ്തതിന് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ റബ്ബർ തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1960-65 കാലഘട്ടങ്ങളിലേക്ക് ഇത് ഒരു ഹെക്ടറിന് 250 കിലോ കിട്ടുന്ന കാലഘട്ടങ്ങളിൽ ആ പീരീഡ് ഇപ്പൊ 2024 ഈ അടുത്ത കാലത്ത് നമ്മുടെ രാമചന്ദ്ര സ്വാമിയായിട്ടൊരു മീറ്റിംഗിന് ഇരുന്നപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് 2400 കിലോ കിട്ടുന്നുണ്ട് ഒരു ഹെക്ടർ. കേട്ടപ്പോൾ വളരെ സന്തോഷം. പക്ഷെ അദ്ദേഹത്തിന്റെ ആമ്പാടിത്തോട്ടത്തിന്റെ ഇടയ്ക്ക് എനിക്കൊരു സ്ഥലമുണ്ട്. ഞാനും വളരെ മാതൃകാപരമായിട്ട് കൃഷി ചെയ്ത് ഏറ്റവും കൂടുതൽ DRC, നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലെന്നറിയില്ല, ഞാൻ 40% DRC എടുത്ത ആളാണ്. അതിന് കാരണമുണ്ട്. കാരണം ഞാൻ വളരെ കുട്ടിക്കാലത്ത് ഇത് പഠിക്കുന്ന കാലത്ത് അച്ഛൻ്റെ കൂടെ ചേർന്ന്, അച്ഛൻ സ്കൂളിലെ ഒരു അധ്യാപകനാണ്, അച്ഛൻ്റെ കൂടെ ചേർന്ന് ഇതെല്ലാം പഠിച്ച് വന്നപ്പോൾ അന്ന് ഈ കൃഷി ഒരു ആദ്യത്തെ കൾട്ടിവേഷനിൽ പിന്നെ മാറ്റങ്ങൾ വന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്നത് സാറിനറിയാം 105 105 പ്ലാന്റ് ചെയ്തപ്പോഴാണ്. ആ 105-ന് ശേഷമുള്ള വികസനമൊന്നും അത്ര വലിയ ഡെവലപ്പ് ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മറ്റേ ഇതിന് വേണ്ടി പോയിട്ടുണ്ട്, റബ്ബർ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഒരു അസസറായിട്ട് 120 അസസ്മെന്റ് നടത്തി. പാഠത്തിന് വേണ്ടി ഞാൻ 1-2 ചെയ്തിട്ടുണ്ട് ഇവിടെ വാർത്താണ്ടത്ത്. അപ്പൊ അതിന്റെ പലയിടത്തും ഇങ്ങനെയുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അവിടെ എല്ലാം കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് 105-നപ്പുറം ഒന്നും തന്നെ എന്ത് പറയുന്നത് സാർ പ്രായോഗികമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഞാനിത് വളരെ സന്തോഷമായിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത ഈ കൊച്ചു എങ്കിലും, പക്ഷെ ഞാൻ ഇതിനകത്ത് കയറിയതിനു ശേഷം ഇതിങ്ങനെ കുറച്ചാൽ ശരിയാകൂലല്ലോ എന്നുള്ള ഒരു തീരുമാനത്തിന് ഞാൻ ഇപ്പൊ എത്തി നിൽക്കുകയാണ്. അത് കാരണമാണ് ഇപ്പൊ എഴുതി വെച്ചിരുന്നു. ആൾറെഡി 1 വർഷത്തിന് മുമ്പേ നമ്മുടെ വസന്തകേശൻ സാർ വന്ന് എഴുതിയ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നത് കൊണ്ട് അതിനെ ഞാൻ പാസ്സാക്കിയിരുന്നു. പക്ഷേ നമ്മൾ RP ഡിപ്പാർട്ട്മെന്റ് മസ്റ്റായിട്ട് നമുക്കിങ്ങനെ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഞാൻ രണ്ട് കൊല്ലം കഴിഞ്ഞു ഞാൻ ഇതിനകത്ത് മെമ്പറായിട്ട് കയറി. ഇപ്പൊ തന്നെ വൈസ് ചെയർമാനായി. തുടക്കം മുതൽ രാഘവൻ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, സാർ ഈ RP ഡിപ്പാർട്ട്മെന്റ് സ്ട്രെങ്തൻ ചെയ്യണം. സ്ട്രെങ്തൻ ചെയ്ത് ഇവരാണ് ഫീൽഡ് വർക്കേഴ്സ്. റിസർച്ച് മറ്റുള്ള വിങ്ങുകളെല്ലാം ഇവിടെ ഒരു സൈഡിൽ നടന്നാലും ഇവർ ഫീൽഡിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അവർക്കാണ് ഇതിന്റെ ഇൻ ആൻഡ് ഔട്ട് എല്ലാം അറിയാവുന്നത്. അത് കാരണം ഫീൽഡ് ഓഫീസർ അത്യാവശ്യമായിട്ട് വേണം. പിന്നെ RP ഡിപ്പാർട്ട്മെന്റ് സ്ട്രെങ്തൻ ചെയ്യണം, സബ്സിഡികൾ കൊടുക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ അവതരിപ്പിച്ച് അവസാനം വസന്തകേശൻ സാർ ഒരു പേപ്പർ പുട്ടപ്പ് ചെയ്തു. ആ പുട്ടപ്പ് ചെയ്തനുസരിച്ച് മുനിസിപ്പൽ എനിക്കൊരു അവസരം കിട്ടി. കാരണം ഞാൻ മുംബൈയില് ഒരു രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിന്റെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയത്. അത് അവിടെ ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ MOS മന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റാണ് UP-യിലുള്ള എൻ്റെ ഒരു കൊളീഗ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ ബന്ധപ്പെട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് MOS കാണണമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചോണ്ട് പോയി. കാര്യങ്ങളൊക്കെ എന്തോ ഫയൽ അവിടെ ഇരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു.
അത് ചെയ്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ മീറ്റിങ്ങിൽ നമ്മുടെ ഗ്രഡേഷൻ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഗുവാഹട്ടി ഇതിൻ്റെ ഒരു വെർഡിക്റ്റ് ഉണ്ടായിരുന്നു, അതനുസരിച്ച് പ്രൊമോഷനും കൊടുക്കണമെന്ന്. ഞാൻ ആദ്യം ഇതിനകത്ത് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ കാര്യത്തിലോട്ട് ബാക്കിയുള്ള ഡെവലപ്മെന്റ്സോ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ 2 കാര്യത്തിൽ ഇടപെട്ടു, 2 കാര്യവും നടന്നു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇന്നിവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. കാരണം റബ്ബർ ബോർഡിന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. കാരണം സ്ട്രെങ്തിനെ കുറച്ചു, പിന്നെ ഉള്ളവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫീൽഡ് ഓഫീസേഴ്സ് ഇല്ല, ADOs ഇല്ല, DOs ഇല്ല, ഡെപ്യൂട്ടി RPC ഇല്ല, എല്ലായിടത്തും ഷോർട്ടേജാണ്. അപ്പൊ അത് കാരണം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറെ കാര്യം റിസർച്ച് അത്യാവശ്യമാണ്, മസ്റ്റാണ്. കാരണം നമ്മുടെ ഒരു മാൻഡേറ്ററി ആണ് റിസർച്ച്. അതിനെ ഇനി നമുക്ക് പിന്നെ മറ്റുള്ള വിഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ച് ചിന്തിക്കണം. കാരണം വാല്യൂ ആഡഡ് ആയിട്ടൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുകൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിനൊക്കെ വേണമോ വേണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കണം. പിന്നെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാനൊരു കാഷ്വലായിട്ട് സംസാരിക്കും എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം, കാരണം എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്ന് വർക്ക് ചെയ്ത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് ഇങ്ങനെ കെയർ ചെയ്യുന്നുള്ളതല്ലാതെ എനിക്ക് ക്ലാസ്സിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനോ ഒന്നും അല്ല. പിന്നെ എന്റെ ഒരു ബ്രദറ് രാഷ്ട്രീയത്തിലുണ്ട്, പുള്ളി MLA കാൻഡിഡേറ്റ് ഒക്കെ ആയി പല പ്രാവശ്യം നിന്ന് ഫെയിലായ ആളാണ്. ജയിക്കാൻ സാധ്യതയില്ല, നമ്മുടെ ഡിസ്ട്രിക്ട് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ വന്നത്. അപ്പോ എന്നാലും എനിക്ക് ഇതിൽ വളരെ സന്തോഷം. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയും, എനിക്ക് റബ്ബർ ബോർഡിൽ വരുന്നതാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പോസ്റ്റ് വേണം. ഇപ്പൊ കൂടെ എനിക്ക് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വേറെ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും വരട്ടെ, എനിക്ക് റബ്ബർ ബോർഡിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അത് റബ്ബർ എന്ന് പറഞ്ഞാൽ അപ്പം അവർക്കൊക്കെ മനസ്സിലായി പുള്ളി റബ്ബർ ബോർഡിനെ കുറിച്ചാണല്ലോ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച റബ്ബർ ബോർഡ് റബ്ബർ അതിനെക്കുറിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യുക, നമുക്ക് കിട്ടിയ അറിവിനെ മറ്റുള്ളവരിലോട്ട് പകർത്തുക. പിന്നെ സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ പരിപാലന സാറിനെ പോലെയുള്ളവർക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. റിട്ടയർഡ് എന്നുള്ള രീതിയിലല്ല, എല്ലാവർക്കും ബന്ധപ്പെടാം. എൻ്റെ നമ്പർ എൻ്റെ ബന്ധുവായ പുനേന്ദ്ര സാറിൻ്റെ കയ്യിലുണ്ട്. പുള്ളിയുമായിട്ട് കണ്ടക്ട് ചെയ്തിട്ട് വിളിച്ചാൽ മതി. ഏത് കാര്യത്തിന് വേണമെങ്കിൽ പെൻഷനേഴ്സിൻ്റെ എന്തെങ്കിലും വെൽഫെയർ സ്കീമോ അതോ ഇത് എന്ത് വേണമെങ്കിലും ഞാൻ എന്നുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി ആശംസിച്ചിട്ട് ഞാൻ എൻ്റെ നിർത്തുന്നു. നന്ദി. റബ്ബർ ബോർഡ് ഒരു വലിയ ഓർഗനൈസേഷനാണ്. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃഷി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ റബ്ബർ ബോർഡിലെ എംപ്ലോയീസിൻ്റെ റബ്ബർ ബോർഡിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് ഡീൽ ചെയ്യാനായിട്ട് ഒരു ഡയറക്ടർ ക്വാളിഫൈഡ് റൂൾ പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിലുള്ള ഒരു ഡയറക്ടർ ഓഫ് ഫൈനാൻസോ ഒരു സെക്രട്ടറിയോ ഇല്ല. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം നമ്മുടെ ലൈസൻസിങ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി ആ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകളെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ സെക്രട്ടറി എന്ന നിലയിൽ സെക്രട്ടറിയുടെ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റുകൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ട് റിക്രൂട്ട്മെൻ്റാണ്. അതുപോലെ ഡയറക്ടർ ഫൈനാൻസ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റാണ്. അതെ, ഡയറക്ടർ ഫൈനാൻസ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റാണ്. അത് ബേസിക്കലി ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മളെ സംബന്ധിച്ചോളം കേന്ദ്ര ഗവൺമെന്റിന്റെ റൂൾസ് അതേപടി ആപ്ലിക്കബിൾ ആണെന്ന് റബ്ബർ ബോർഡിലെ എല്ലാ എംപ്ലോയീസിനും റബ്ബർ ബോർഡിന്റെ ഫംഗ്ഷനിങ് അക്കൗണ്ടിങ്ങിനും എല്ലാത്തിനും. പക്ഷെ നമ്മുടെ അവിടുത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ വരെ നമുക്ക് അക്കൗണ്ട് AG's ഓഫീസിൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാരെ നമുക്ക് അവിടെ കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേക്കൻസി വന്നാൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ലോവർ ലെവൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ലെവലിലാണ് അപ്പോയിൻമെന്റ് വരുന്നത്, ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അങ്ങനെ വരുന്നത് അക്കൗണ്ട്സ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അവരിൽ നിന്ന് ആപ്ലിക്കേഷൻ വരികയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കെയില് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്കാളും ഹയർ ലെവലിലോട്ട് പോയി വരുന്നില്ല. പക്ഷേ ഡയറക്ടർ ഓഫ് ഫൈനാൻസ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് ആവശ്യമായിട്ടുള്ളത് സർവീസ് റൂൾസിനെ പറ്റി നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം, പെൻഷൻ റൂൾസിനെ പറ്റി നല്ല അറിവുണ്ടായിരിക്കണം, കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിനെ പറ്റി നല്ല അറിവുണ്ടായിരിക്കണം, ഗവൺമെൻറ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ പറ്റി നല്ല പരിചയം ഉണ്ടായിരിക്കണം, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, റൂൾസ് കംപ്ലീറ്റ് അറിയാമായിരിക്കണം. സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണ്, അല്ല ഡയറക്ടർ ഫൈനാൻസ് ആണ്. ഇപ്പം നമുക്ക് അവിടെ ഉള്ള ഓരോ ചാർട്ടേഡ് അക്കൗണ്ടൻസും പോസ്റ്റ് അക്കൗണ്ടൻസും മാത്രമേ ഉള്ളൂ. അവർ കൊമേഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അവർ വേറെ സംബന്ധിച്ചൊന്നും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ നില അസിസ്റ്റന്റ് ആൾക്കാരുണ്ട്, അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വരുന്നതല്ലാതെ
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാവുന്ന ഒരു സെക്രട്ടറിയോ ഒരു പ്രസിഡന്റോ ഒരു ഡയറക്ടർ ഓഫ് ഫിനാൻസോ റബ്ബർ ബോർഡിലില്ല. അത് രണ്ടും ഡയറക്ടർ റിക്രൂട്ട്മെന്റാണ്. അതിന് റൂൾസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസ് അനുസരിച്ച് ഇപ്പം ഇൻ സർവീസ് ആണെങ്കിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും ഔട്ട്സൈഡ് കാൻഡിഡേറ്റ്സും ഡയറക്ടർ ഓഫ് ഫിനാൻസിന്റെ പോസ്റ്റ് ഓപ്പൺ പോസ്റ്റാണ്. അവിടെയാണെങ്കിലും ആ പറഞ്ഞിരിക്കുന്ന റിക്രൂട്ട്മെന്റ് റൂൾ അനുസരിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരും തന്നെ അവിടെ ഇല്ല. കുറച്ച് നാളെ എക്സൈസ് ഡ്യൂട്ടി ഓഫീസിലെ ഓരോ ആളായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. അതിന് മുമ്പ് ഡയറക്ടർ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു മാഡമായിരുന്നു സെക്രട്ടറിയുടെ പോസ്റ്റ്. അതിങ്ങനെ അതെ, അങ്ങനെ ഓരോ അവരെ പക്ഷേ ഷിവാസ് വരി അവർ പഠിക്കാൻ അവർ പഠിച്ച് മനസ്സിലാക്കി. ഇപ്പം നമുക്ക് റൂൾസൊക്കെ ആണെങ്കിൽ അവർ ശരിക്കും മനസ്സിലാക്കപ്പെടും. അതുപോലെ അതിനുമ്പ് പിന്നെ റിസർച്ചിലൊരു അദ്ദേഹമൊക്കെ വളരെ സ്റ്റുഡിയസ് ആണ്. അവരാണെങ്കിൽ റൂൾസിനെ പറ്റിയൊന്നും യാതൊരു ഗ്രാഹ്യമില്ല. അവർ റിസർച്ച് വർക്കിനെ പറ്റും. പക്ഷേ ഈ പോസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ബുദ്ധിമുട്ടിയിരുന്ന് പഠിച്ച് ഇപ്പം നമ്മൾക്ക് ഞാൻ ഡയറക്ടർ ഫിനാൻസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫൈനാൻസ് ആയിരുന്നു. അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു. അതുപോലെ തന്നെ പെൻഷൻ കംപ്ലീറ്റ് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ നമ്മളെക്കാളും ഞാൻ പേരന്റ് ഡിപ്പാർട്ട്മെന്റ് വാസ് അക്കൗണ്ടിങ് ഏജി സർവീസ് ആയിരുന്നു. അക്കൗണ്ട് ഞാൻ CRTG ഓഫീസർ സ്റ്റാഫാണ്. അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ കാരണം കഴിഞ്ഞപ്പോഴത്തേക്കും ഡീസെൻട്രലൈസേഷൻ വന്നപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫിനാൻസിലോട്ട് പോയി. പിന്നെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അവിടെ ഇരുന്നപ്പോഴാണ് എൻ്റെ വീട് കോട്ടയത്തായതുകൊണ്ട് ഞാൻ കോട്ടയത്തേക്ക് റബ്ബർ ബോർഡ് വന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്തോട്ട് തന്നെ റബ്ബർ ബോർഡിലെ അക്കൗണ്ട്സ് ചാർട്ടറിലുള്ളവർ എല്ലാവരും തന്നെ ഒന്നിലെ പോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അവരെ സംബന്ധിച്ചോളം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സിസ്റ്റം അക്കൗണ്ടിങ്ങിനെ പറ്റി യാതൊരു ഗ്രാഹ്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് നമ്മൾ നേരിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയായിട്ട് ഡയറക്റ്റായിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അത് ഇപ്പോഴത്തെ നമ്മുടെ പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വളരെ ഹെൽപ്ഫുൾ ആണ്. അദ്ദേഹം ഞങ്ങളൊക്കെ എന്നെക്കാളൊക്കെ വളരെ 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 ബ്രില്യൻ്റാണ് സർവീസ് മാറ്റേഴ്സിന്റെ കാര്യത്തിലാണ്. IRS ആണെങ്കിൽ പോലും ഈ IAS ഓഫീസർമാരെക്കാൾ കൂടുതൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ ബേസിക് ഇഷ്യൂ ഞാൻ പറഞ്ഞ ഷോർട്ട് എന്നാൽ ഡയറക്ടർ ഓഫ് ഫൈനാൻസിന്റെ പോസ്റ്റിലും സെക്രട്ടറിയുടെ പോസ്റ്റിലും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണമെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് റൂൾ അനുസരിച്ചിട്ട് ഇന്റർവ്യൂ നടത്തി അല്ലെങ്കിൽ ഓപ്പൺ ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് പോസ്റ്റ് ചെയ്യും. അതൊന്ന് സാറൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ പെൻഷനേഴ്സ് ആണെങ്കിലും എംപ്ലോയീസിനാണെങ്കിലും റബ്ബർ ബോർഡിന്റെ സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് സാധിക്കുള്ളൂ. തീരെ ഇറവലന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ ആൾക്കാർ സിംപ്ലി കോസ്റ്റ് അക്കൗണ്ടന്റ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അവരെ സംബന്ധിച്ചോളം ഈ റൂൾസിനെ പറ്റി യാതൊരു ഗ്രാഹ്യമില്ലാത്തവരാണ്. അത് റൂൾസ് അനുസരിച്ചിട്ട് റെഗുലറായിട്ടുള്ള ഈ രണ്ട് പോസ്റ്റുകളും ഇമ്മീഡിയറ്റ് ഫില്ലപ്പ് ചെയ്യാനായിട്ട് റബ്ബർ ബോർഡിനകത്ത് വേറെയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇതൊരു പഴയ സെറ്റപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം റബ്ബർ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഒരു 5 വർഷം റിട്ടയർ ആവാൻ സമയത്ത് സീനിയർ IAS ഓഫീസർ, ദാറ്റ് മീൻസ് ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കില് ആയിരുന്നു ആ പോസ്റ്റ്. ജോയിന്റ് സെക്രട്ടറിയുടെ താഴെ അല്ലാത്ത നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് സെക്രട്ടറി. അപ്പൊ ഇതിനകത്ത് അത് നമ്മള് അതിന്റെ കുറച്ചിപ്പം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അത് ഇപ്പം 2023 ഒരു അമെന്റ്മെന്റ് ഉണ്ട്, വായിച്ചു കാണുമെന്ന് അറിയില്ല. മറ്റേ പുള്ളിക്ക് ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കാണ് വസന്ത കേസ്. അപ്പൊ അത് അതിനകത്തൊരു വിഷയമാണ്. ഇതിനകത്ത് വേറെയും പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്ന് 2 IAS ഓഫീസേഴ്സ് വരുന്നുണ്ട് ബോർഡിൽ. ഇവരെല്ലാം അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക്. ഈ ഇങ്ങനെ വന്നിരിക്കുമ്പോ അതേ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ മുമ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു വിഷയം അതിനകത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ ഒരുപാട് റെക്ടിഫിക്കേഷൻ ഇതിനകത്ത് ആവശ്യമുണ്ട്. ഇതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചെയർമാൻ വന്ന ഉടനെ നമ്മൾ ഇതൊക്കെ പുട്ടപ്പ് ചെയ്യും. ആ കൂട്ടത്തിൽ ഇത് രണ്ടും മസ്റ്റാണ്. എനിക്കറിയാം സാറിന്റെ സബ്മിഷൻ അല്ല ഡയറക്ടർ ഫൈനാൻസും സെക്രട്ടറി പുതിയ ബില്ല് വരികയാണെങ്കിൽ ED അല്ല CU ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സെക്രട്ടറി. അല്ലേ? വേറൊരു കാര്യം കൂടെ, അഗ്രികൾച്ചറിന്റെ ഇവിടുത്തെ സ്റ്റേറ്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്ക് പ്ലാന്റേഷൻ വരത്തുമില്ല. ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. കാരണം ആരെങ്കിലും ഒരു അണ്ടർ സെക്രട്ടറിയോ അല്ലെങ്കിൽ ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി സെക്രട്ടറിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഇതിനകത്ത് പ്രസന്റ് ചെയ്യാം കാര്യങ്ങൾ, നമുക്ക് തന്നെ പുട്ടപ്പ് ചെയ്യാൻ. ഇത് വലിയ തലവേദനയായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് സാർ. ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നമുക്ക് ഇതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ.
കാരണം നമുക്ക് ഇതൊക്കെ ഞാൻ ഇതൊക്കെയാണെങ്കിൽ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് ഉള്ള കാരണം IAS കാരൊക്കെ എനിക്ക് പരിചയമുണ്ട് ഈ ബിസിനസ്സിനിടയ്ക്ക് ഒരുപാട് പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർക്ക് കുറച്ച് നോളജ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പ്രയോജനപ്പെടുത്താം കേട്ടോ. ഹരിഹരൻ സാറ് പറഞ്ഞത് തുടർച്ചയായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ശ്രീ അനിൽകുമാർ സാറിന്റെ തമിഴ്നാട് റീജിയണൽ ഓഫീസിലും കുലശേഖരം ഓഫീസിലോ മാർത്താണ്ഡ ഓഫീസിലോ കുഴുത്തറ ഓഫീസിലോ ഒക്കെ വർക്ക് ചെയ്ത എല്ലാവരും അദ്ദേഹത്തിന്റെ വീട് എത്രയോ പ്രാവശ്യം സന്ദർശിക്കുന്നുണ്ട്. അത് എക്സ്റ്റൻഷന് വേണ്ടിയായിരുന്നാലും കൊള്ളാം, അല്ലെ ഈ കൃഷി സംബന്ധമായിട്ടുള്ള സബ്സിഡി ആയിരുന്നാലും ഞാനൊക്കെ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അഭിമാനം തോന്നുന്നു. കാരണം ഇത്രയും പഠിച്ച ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് ഞാൻ പറയാൻ ഒരു കാര്യം എടുത്തു പറയുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ സർവീസ് ചെയ്ത സമയത്ത് ഞങ്ങൾ സംഘടനയിലൊക്കെ ഉള്ളപ്പോ ഒത്തിരി ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അനന്തകൃഷ്ണൻ സാർ ഉണ്ടായിട്ടുണ്ട്, രാമേന്ദ്രൻ സാർ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും വരുമ്പോ സാറിന്റെ രാമേന്ദ്രൻ സാറിന്റെ വീട്ടിൽ പോവും, അനന്തകൃഷ്ണൻ സാറിന്റെ വീട്ടിൽ പോവും, കാര്യങ്ങളെല്ലാം അപ്രൈസ് ചെയ്യും. പക്ഷേ ഞാൻ എടുത്തു പറയുന്നു, ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിച്ച് ഇത് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ശ്രമിക്കുന്ന ശ്രീ അനിൽകുമാർ സാറിനെ അങ്ങേയറ്റം മുക്തകണ്ഠം പ്രശംസിക്കുന്നു. എല്ലാവരുടെയും പേരിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹം ഈ 2 കൊല്ലം ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ ഈ ബാലാരിഷ്ടത ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റീജിയണൽ ഓഫീസിൽ ഡെപ്യൂട്ടി RPCയും അടക്കം ഒരു 10-25 പേരുണ്ടായിരുന്ന നെടുമങ്ങാട് റീജിയണൽ, ഞാൻ നെടുമങ്ങാട് റീജിയണൽ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഡെപ്യൂട്ടി RPC അടക്കം 30-35 പേരാണ് അവിടുത്തെ സ്റ്റാഫ് സ്ട്രെങ്ത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഡെപ്യൂട്ടി RPC, അതിന് DO ഇൻചാർജ് ഓഫ് ഡെപ്യൂട്ടി RPC, ഒരു ഫീൽഡ് ഓഫീസർ. ആലോചിച്ച് നോക്കൂ, പാലോട്, വിതിര, പാങ്ങോട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിൽ, ഇത്രയും കിടക്കുന്ന സ്ഥലങ്ങളിൽ, എന്നിട്ട് ആർക്കെന്തറിയാം ഈ ഡെപ്യൂട്ടി RPCക്ക് ഫീൽഡ് സ്റ്റേഷന്റെ ചാർജ്. എന്ത് ഗതികേടായി പോയി സാർ. ആ ഗതികേടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫീൽഡ് ഓഫീസേഴ്സിനെ ഇത്രയും കൊണ്ടുവന്നതിനകത്ത്, കാരണം അത് ഈ ഫീൽഡിൽ ആളില്ലെങ്കിൽ പോയി. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ചുമ്മാ പറഞ്ഞതല്ല, അവിടെ പോയി സാധിച്ചെടുത്തോണ്ട് വന്നതിന് സാറിന് അങ്ങേയറ്റം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിനെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ സാറിന്റെ കുടുംബം മുതൽ വന്ന 10 പ്രാവശ്യം വന്നു, ഇപ്പൊ വീണ്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷം നേരിട്ടാണ്. വളരെ സന്തോഷം. റബ്ബർ കയറുമ്പോൾ റബ്ബർ ബോർഡിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് 80. അന്ന് റബ്ബർ ബോർഡിന്റെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് മുതൽ 2017 മെയ് 31 സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരെ അവസാന പേപ്പറും മേശപ്പുറത്തുനിന്ന് പൂർത്തിയാക്കിയിട്ടുള്ള ഈ ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ വിസ്മരിച്ചു പോയൊരു വിഭാഗം എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ, ഞാൻ പറയട്ടെ സാർ, അതില് അല്പം ഖേദമുണ്ട്. കാരണം അതായത് 80 തോമസ് സാർ ചെയർമാനായിരുന്ന ഒരു സമയം ഉണ്ട്. അത് ഞാൻ ഓഫീസിലാണ്. ശ്രീനാഥൻ സാറാണോ ഡീസൽ സാറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് സാറ് ഞങ്ങളുടെ ഓഫീസിൽ മീറ്റിംഗിലുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ മീറ്റിംഗിലാണ്. അന്ന് സാറ് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളാണ് ഈ ഓഫീസിന്റെ ലിവർ. അന്ന് ആ വാചകം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീടുള്ള എന്റെ സർവീസ്, എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് പേര് ഇരിപ്പുണ്ട്, ഞാൻ എന്റെ സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മോഹൻകുമാർ പറഞ്ഞു 35 പേര് എന്ന് പറഞ്ഞിട്ട് ഫീൽഡ് ഓഫീസർ മാത്രം ഉദ്ദേശിച്ചായിരിക്കണം. പക്ഷെ 58 പേരുള്ള ഒരു ഓഫീസായിട്ടാണ് നെടുമങ്ങാട് ഓഫീസ് തുടങ്ങുന്നത്, അതായത് TTRP ഉൾപ്പെടെ. അന്ന് ഈ 58 പേരുടെയും എസ്റ്റാബ്ലിഷ്മെന്റും അഡ്മിനിസ്ട്രേഷനും നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ കാണാതെ പോകുന്നത് അല്പം ഖേദകരമാണ്, വിഷമമുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു വാക്ക് ഞാൻ കൂടെ പറഞ്ഞു. എനിക്ക് മൈക്ക് വേണ്ട. ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റ്, യുവ വൈസ് ചെയർമാൻ, മറ്റ് ഭാരവാഹികളെ, എനിക്ക് 2-3 കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ ഓർത്ത് പറയാനായിട്ട് ഒരു ചെറിയൊരു കഴിവ് കേട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ഓർമ്മ നിലനിർത്താനായിട്ട് ഒരു കപ്പപ്പഴം കഴിച്ചോണ്ട് വരും. ഇന്നത് കിട്ടിയില്ല, രാവിലെ നേരത്തെ അതുകൊണ്ട് വന്നു. അവിടെ ഞാൻ കുറച്ച് സാറിൻ്റെ പറയാനുള്ള 1-2 പോയിന്റ്സ്. ഞാൻ ഇന്നത്തെ കുറേ പോയിന്റ്സ് എഴുതിയിരുന്നു, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല പറയാൻ. 1-2 പോയിന്റ്സ്.
സ്ഥാനത്ത് പറയണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹം വന്നതോടുകൂടി നമ്മുടെ ഐശ്വര്യം ഡബിളായിരിക്കുകയാണ്. നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റ് എല്ലാം ഉണ്ടായി കഴിഞ്ഞു, പുതിയ പ്രൊമോഷൻസ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പ് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് റബ്ബർ ബോർഡ് ഇനി നല്ലൊരു ഉന്നതിയിലേക്ക് പോകും എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പറയാനുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ നോക്കട്ടെ. അദ്ദേഹം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു വലിയ ബ്രാൻഡർ ആണെങ്കിൽ തന്നെ അദ്ദേഹം ചില കമ്പനികളുടെ ഡയറക്ടർ കൂടിയാണ്, ബോംബെ ബേസ്ഡ് കമ്പനിയുടെ ഡയറക്ടറും കൂടെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മേഖല പ്ലാന്റേഷനിൽ മാത്രമല്ല കൂടുതൽ മറ്റ് മേഖലയിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. വേറെ ഒന്ന് നമ്മുടെ സേവന വേതന വ്യവസ്ഥയിൽ അദ്ദേഹം മാറ്റം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഗ്രോവേഴ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കാർബറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സംഗതി വേൾഡ് മൊത്തം അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. അവിടെ നമുക്ക് റബ്ബറിന് ഒരുപാട് സ്ഥാനമുണ്ട്. കാര്യം എഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷനും റബ്ബർ കൃഷിയുടെ ആണ് നടക്കുന്നത്. ഒരുപാട് കാട് അല്ലെങ്കിൽ വനവൽക്കരണം നമ്മൾ നടത്തുന്നുണ്ട്, നമ്മൾ അറിയാതെ റബ്ബർ കൃഷിയുടെ. അതുവഴി ഒരുപാട് ഓക്സിജൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് ട്രേഡ് ചെയ്ത് കൂടുതൽ വിദേശ നാണ്യം ഈ റബ്ബർ മേഖലയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കർഷകർക്ക് മെച്ചർ റബ്ബർ നട്ടിരിക്കുന്ന കർഷകർക്ക് ഇപ്പം നമ്മൾ ഇൻമെച്ചർ ഏരിയയിലാണ് സബ്സിഡി കൊടുക്കുന്നത്. മെച്ചർ ഏരിയയിലേക്കും കൂടുതൽ സബ്സിഡി കൊടുക്കാനായിട്ട് അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാകാനായിട്ട് സാധിക്കും. കൂടാതെ അപ്പം കാർബൺ ട്രേഡിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ വേറെ മറ്റ് മരങ്ങൾ റബ്ബർ അല്ലാതെ വേറെ മരങ്ങൾ നട്ട് പിടിപ്പിച്ചാൽ അതിന് സബ്സിഡിയും പ്രോത്സാഹനവും തരണം. അത് റബ്ബർ മേഖലയിലേക്ക് കൊണ്ടുവരണം. വേറെ ഒരു കാര്യം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത് പെൻഷൻകാർക്ക് നമുക്കൊരു പൂൾ ഫണ്ട് പോലെ ഒരു ഫണ്ട് റബ്ബർ ബോർഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നും ടാബ്ലറ്റും ഒക്കെ വാങ്ങിക്കാനായിട്ടും അത് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് നമുക്കൊരു സംഗതി ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്. കാര്യം ഇപ്പോഴത്തെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നാൽ പോലും നമുക്ക് മതിയായ റീഇംബേഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചികിത്സിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ റബ്ബർ ബോർഡ് പെൻഷൻകാരുടെ ഈ മെഡിക്കൽ സൈഡിൽ ഒരു ചെറിയ ശ്രദ്ധ വരുന്നത് CGHS ഞങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല സർ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. CGHS എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പെൻഷൻ ഹെൽത്ത് സർവീസസ് ഹെൽത്ത് സ്കീം ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തു, ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗവൺമെന്റിന്റെ സർവീസ് റൂള്, പെൻഷൻ റൂൾസ് എല്ലാം അതേപടി മറ്റ് കമ്മോഡിറ്റി ബോർഡ്സ് പോലെയോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്സ് പോലെ അല്ല. എല്ലാ സർവീസ് റൂൾസും എല്ലാ പെൻഷൻ റൂൾസും എല്ലാ ഫങ്ഷണൽ റൂൾസും സെൻട്രൽ ഗവൺമെന്റിന്റെ പാലിക്കുന്നതായിട്ട് ഉദാഹരണത്തിന് ഒരു ഉദാഹരണം കൂടെ പറയാം സാർ. നമ്മുടെ റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റിയും ആനുകൂല്യങ്ങളെല്ലാം കിട്ടുമ്പോഴത്തേക്ക് ഓട്ടോണോമസ് ബോഡി മറ്റ് വിഭാഗങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപയ്ക്ക് മാത്രമേ എക്സംഷൻ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഓട്ടോണോമസ് റബ്ബർ എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിക്ക് ടാക്സ് അടിച്ചു വരും. അപ്പൊ ബാക്കി അതിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്ത റിമാർക്കിൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസ് നെട്ടിയിട്ട് ഫോളോയിങ് ഓൾ സർവീസ് റൂൾസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മാറിയിട്ട് ഫുൾ എക്സംഷൻ ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ എല്ലാം സെൻട്രൽ ഗവൺമെന്റ് പോലെ ഫോളോ ചെയ്തിട്ട് ഞങ്ങളെ ഈ CGHS-ൽ അതിനെ ഉൾപ്പെടുത്താനുള്ള നടപടി, അതാണ് രവി പറഞ്ഞു വരുന്നത് തോന്നുന്നു. CGHS-ന് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് പെൻഷനിൽ നിന്ന് പിടിച്ചിട്ട് സർവീസിലുള്ളവർക്കും പെൻഷൻകാർക്കും CGHS, കാരണം ഇപ്പോഴത്തെ വെച്ചാൽ ഒരു അസുഖം വന്ന് ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ഇല്ലാതെ ഇറങ്ങാത്ത അവസ്ഥയാണ്. ഹരിഹരൻ സാറിനൊക്കെ അറിയാം. സാറൊരു ആശുപത്രിയിൽ കയറിയിട്ട് സാറ് പെട്ട പാട് പറയേണ്ടത് അത്ര അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് CGHS ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മാറ്റി തരാൻ സാറിന്റെ പാട്. വേറൊരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് ആൻഡ് പെൻഷൻസ് എനിക്ക് തോന്നുന്നത് നമ്മുടെ PSC പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ ഞാനിരുന്നല്ലോ, അതിനകത്ത് ഈ സ്കീം ഉണ്ടെന്ന് ചിലത് ഇംപ്ലിമെന്റ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് എല്ലാ സെൻട്രൽ ഗവൺമെന്റിനും ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമാണ്. CGHS എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ ശരിയാണ്. ഓട്ടോമാറ്റിക്കലി റബ്ബർ ബോർഡ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയാൽ മതി.
വേറെ ഒന്ന് അദ്ദേഹത്തിന് ശ്രദ്ധ ഈ ഇൻഷുറൻസ് സ്കീംസ് നമ്മൾ ചേരുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ളതുകൊണ്ട് റബ്ബർ ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ വഴിയുള്ളതും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് റബ്ബർ ബോർഡും പ്രൈവറ്റ് കമ്പനികളുമായിട്ട് ചേർന്ന് ഒരു ഇൻഷുറൻസ് സ്കീമിലേക്ക് വന്നൂടാ? അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് കിട്ടാനും ഇപ്പം ഭയങ്കര ഞാൻ തന്നെ 50,000 രൂപ കൊടുത്താണ് ഇൻഷുറൻസ് ചെയ്യാറുള്ളത്. എന്നാലേ നല്ല കവറേജ് കിട്ടുന്നു ഒരു വർഷം. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. 70 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റ് പുതിയ സ്കീമുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് 60-70 ഒക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് വരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒന്ന് വേറൊരു ചെറിയ കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ IT-യിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇൻകം ടാക്സിൽ നിന്നും പെൻഷൻകാരെ ഒഴിവാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അതിൽ സാറിൻ്റെ ഒരു ശ്രദ്ധ അതിൽ കൂടുതലായിട്ട് വേണം. കാര്യം ഈ കുത്തിയിരുന്ന ഫോം ഫിൽ ചെയ്ത IT റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് പെൻഷൻകാർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാം ഓൺലൈനിലാണ്, എന്നാലും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എക്സംപ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യുവ ചെയർമാൻ നമ്മുടെ ഐശ്വര്യ. ഏറ്റവും ആദരണീയനായ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ, എൻ്റെ പ്രിയങ്കരായ ഗുരുനാഥന്മാരെ, എല്ലാവരെയും ഹൃദയം കൊണ്ട് ഞാൻ നമിക്കുന്നു. സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പരിവേദനങ്ങളൊന്നും പറയുന്നില്ല. അനുകുമാർ സാറിനെ കുറിച്ച് 2 വാക്ക്. ഒരു വ്യക്തിബന്ധം ഹൃദയത്തിൽ ഉറച്ച അതുകൊണ്ട് പറയാണ്. അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൃഷിയിടത്ത് നിന്നും റബ്ബർ കൃഷി പഠിച്ചു. തുടർന്ന് എല്ലാ മേഖലകളിലും ചേർന്നു. റബ്ബർ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ പേര്, ആ ഫോട്ടോ നമ്മുടെ പെൻഷനേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും പത്രത്തിലും ഒക്കെ വന്നത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചു. ഉടനെ അദ്ദേഹത്തെ വിളിച്ചു. എൻ്റെ നമ്പറുണ്ട്, വിളിച്ചു. എടുത്തില്ല. ഞാനൊരു മെസ്സേജ് കൊടുത്തു. വീണ്ടും തുടരെ പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. റിങ് ചെയ്യുന്നതല്ലാതെ എടുത്തിട്ടില്ല. എനിക്ക് മനസ്സിലാകും തിരക്കിന്റെ. പിന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഓഫീസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 91-ലാണ് ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടത്. അദ്ദേഹം ഒരു കർഷകനായിരുന്നു എന്ന് പറഞ്ഞു. അതേപടി തന്നെ പറയേണ്ടതായിട്ട് വരുന്നു, അദ്ദേഹം ഒരു വെറും തൊഴിലാളി കൂടെയായിരുന്നു. കാരണം അദ്ദേഹം റബ്ബർ ഡീലറായി, വിഷമതകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡീലറായി. അത് കഴിഞ്ഞ് അദ്ദേഹം റബ്ബർ ലോഡ് കയറ്റി ഒരു തൊഴിലാളിയെ പോലെ അദ്ദേഹം ചെക്ക് പോസ്റ്റിൽ വന്ന് എൻ്റെ ഇത് പറിച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത്. പിന്നെ ആ സൗഹൃദം വീണ്ടും നീണ്ടു നിന്നു. എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാനൊന്ന് വിളിച്ചതേ ഉള്ളൂ, പുള്ളി വന്നു. വീണ്ടും ഓഫീസേഴ്സ് എല്ലാം ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രൈവറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബർ ബോർഡിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എൻ്റെ പൈതൃകം കൂടെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. കളരി, സിദ്ധവൈദ്യം ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്രകാരം തമിഴ്നാട്ടില് കേരളത്തിൽ കിട്ടാത്ത പച്ചിലകൾ പറിക്കാൻ വേണ്ടി പോയി ചെന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടെ വന്ന ആൾക്കാർ അറിയാമായിരുന്നു. അദ്ദേഹം എന്നെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ വിളിച്ചപ്പോൾ വീട് പറഞ്ഞു തന്നു. വീട്ടിൽ പോയി കപ്പിയൊക്കെ കുടിച്ച് തിരിഞ്ഞു. എന്തോ ഒരു ഭയങ്കര ഒരു സൗഹൃദം. വൈസ് ചെയർമാനായിട്ടിരിക്കുന്നു. അതിൽ അങ്ങേറ്റം ഞാൻ അദ്ദേഹത്തെ എന്താ പറയുക, അദ്ദേഹത്തെ ഞാൻ അങ്ങേയറ്റം അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. കാരണം എളിയ നിലയിൽ നിന്ന് ഒരു റബ്ബർ കർഷകൻ എന്നുള്ള നിലയിൽ നിന്ന് ഉയർന്ന് അതിനുമായിട്ട് ബന്ധപ്പെട്ട് റബ്ബറിന്റെ മണം നമുക്കറിയാം. അതിന്റെ വെട്ടുപാലും
എല്ലാമായിട്ട് ബന്ധപ്പെട്ടു, റബ്ബർ ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും ചെയ്തു. ശരിക്കും പറഞ്ഞ ഒരു ചുമട്ടു തൊഴിലാളിയെ പോലെ അദ്ദേഹം അവിടെ ഞാൻ ചെക്ക് പോസ്റ്റിലിരിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷം തോന്നുന്നു അദ്ദേഹം ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നതിൽ. ഞാനത് അവിടെ വന്നപ്പോൾ, സാർ അവിടെ കയറി വന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എന്നെ കണ്ട ഉടനെ അദ്ദേഹം കയ്യിൽ നിന്ന് എന്നെ പിടിച്ചു. ഒരു വൈസ് ചെയർമാൻ എന്നുള്ള ആ നിലയൊക്കെ അങ്ങ് പോയി. ഞങ്ങളുടെ പഴയ സൗഹൃദം. കൃഷ്ണനെ കണ്ട കുചേലന് കൃഷ്ണൻ മാറോട് ചേർത്ത് ഉണർന്നതുപോലെ എന്നെ അദ്ദേഹം കൈ തന്നു സ്വീകരിച്ചു. വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഞാൻ വേറൊന്നും പറയുന്നില്ല. വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നേടിയെടുത്തു. വിജയകുമാരി പറഞ്ഞതുപോലെ മിനിസ്റ്റീരിയൽ വിഭാഗത്തിന്റെയും ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ഒരു ഓഫീസിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഇല്ലെങ്കിൽ പ്രവർത്തനം നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും കൂടെ സാറിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. വിജയകുമാരി പറഞ്ഞ ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഞങ്ങളൊക്കെ ചിലപ്പോ എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ നമ്മളെ മറക്കരുത് എന്നുള്ള ഒരു അപേക്ഷ ഇവിടെ ഉണ്ട്. അതെ, ഞാൻ വിളിക്കാൻ പറ്റാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾ 6 പേരാണ് ജോയിൻ ചെയ്തത്. അതിൽ ജോയിൻ ചെയ്തല്ല, വ്യത്യസ്ത ഡേറ്റുകളിൽ ജോയിൻ ചെയ്തു. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ആളില്ല. ഈ വലിയൊരു കമ്പനിയാണ്, നവരത്ന സ്റ്റാറ്റസിലുള്ള ഒരു കമ്പനിയാണ് രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അതിലെന്തെന്ന് വെച്ചാൽ ഞാൻ 4 കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. എന്നും മീറ്റിംഗ്, എന്നും ടെൻഷൻ. പിന്നെ ഇന്ത്യയിലേക്ക് യൂറിയ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഞാനൊരു സൈനിക അതോറിറ്റിയാണ്. ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നെങ്കിലും ഞാൻ ഒപ്പിടണം. അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്നും യാത്രയാണ്. സാറി, കാരണം അദ്ദേഹത്തിന് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം വലിയൊരു ഉപദേശകനാണ് കേട്ടോ, സത്യം പറഞ്ഞു. എനിക്ക് നല്ല അഡ്വൈസൊക്കെ തന്നിട്ടുള്ള ഒരാളാണ്. വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല മനുഷ്യൻ, സൗമ്യനാണ്. അപ്പം കാരണം എനിക്ക് പലരെയും, സാറിനെ എല്ലാവരെയും ഏകദേശമുള്ളവരെ എനിക്ക് അറിയാം. പക്ഷേ അതുകൊണ്ടാണ് വിളിക്കാതെ. എന്നും പറഞ്ഞാൽ സ്നേഹത്തിനൊന്നും കുറവില്ല. അതെ, അതാണ് ഞാൻ മോന്റെ കല്യാണത്തിന് പോലും ഞാൻ മെനക്കെട്ട് വന്നതാണ്. അത് കാരണം ഞാൻ കാർത്തിക സാർ വേണ്ടി എനിക്ക് തന്നിട്ടുണ്ടോ, ഡെപ്യൂട്ടി സെക്രട്ടറി റിട്ടയർഡ്. ഞാൻ പുള്ളിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ എന്ത് വേണമെന്നുള്ളത് നമ്മൾ പരിഗണിക്കാം. കാർത്തികനെ കുറിച്ച് ഒരു കാര്യം, കാർത്തികൻ ഒരു 4 വർഷമായിട്ട് അറ്റാക്കും സ്ട്രോക്കും ഒരുമിച്ച് വന്നു. സത്യം പറഞ്ഞാൽ അവന്റെ ആയുസ്സുള്ളത് കൊണ്ടും കാശുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. കിംസിൽ കിടന്നു രക്ഷപ്പെടുമെന്ന് വിചാരിച്ച പല പ്രാവശ്യം ഇതാ പോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്ന ആളാണ്. ഇന്നലെയും ഞാൻ കണ്ടു പടുകുറ്റിയിലും വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ വീട്ടിനകത്ത് മാത്രമേ ജസ്റ്റ് ഇങ്ങനെ അടിവെച്ച് നടക്കുകയുള്ളൂ. വലിയ പ്രയാസത്തിലാണ്. അപ്പോ ഒന്ന് വിളിച്ചാലും നന്നായിരിക്കും. ഓക്കെ, എപ്പോഴാണെന്ന് വെച്ചാൽ പോകുന്നെന്ന് വെച്ചാൽ പറഞ്ഞേ ഞാൻ. സാർ, ഇത് ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഫീൽഡിലും വന്നു, ഓഫീസിലും വന്നു. ഇവര് പറഞ്ഞ കറക്റ്റാ, എല്ലായിടത്തും ഡ്രാസ്റ്റിക് റിഡക്ഷൻ ആയിപ്പോയി. ഇപ്പൊ സംസാരിച്ചു വന്നപ്പോ RP ഡിപ്പാർട്ട്മെന്റ് ആവശ്യങ്ങൾ വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ തന്നെ പറഞ്ഞു. അഡ്മിനിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞു. നമ്മളെ എന്നും ലക്ഷ്യമിടുന്ന ഒരു ഓവറോൾ ഡെവലപ്മെന്റ്. അതെ, കാരണം ഇത് താങ്കൾ സംസാരിക്കുമ്പോൾ റബ്ബർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആവശ്യകതയെ പറ്റി വേണ്ടാന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യം നടക്കുക. ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും റിസർച്ചിന്റെ ഡിപ്പാർട്ട്മെന്റ് താങ്കൾ മെൻഷൻ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാൻ വന്നത്. അങ്ങനെ എടുത്തുകളയാൻ പറ്റില്ല. പറഞ്ഞത് അത് അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പൊ 105ന്റെ കാര്യം മാത്രമാണ് താങ്കളോട് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അതല്ല, അത് ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു. ടെക്നിക്കലായിട്ട് കിടക്കുകയല്ല, ഒരു കാലഘട്ടത്തിൽ 105ന്റെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഒരാഴ്ചയ്ക്ക് മുമ്പ് സാധിക്കുന്ന സംസാരിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ റെക്കമെൻഡ് 105 അല്ല, ഓരോ റീജിയണൽ വൈസ് പ്രത്യേകം ഗോൾ കൊണ്ടുവന്ന കാലഘട്ടമാണ്. അപ്പൊ അവരുടെ പ്രവർത്തനം വളരെ, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയിൽ ഞാൻ പലപ്പോഴും കൂടെ പോകുന്നതാണ്. പോയി ചെന്ന് കാണുന്ന സങ്കടകരമായ അവസ്ഥ. നമ്മുടെ ഓഫീസിൽ പോലെ തന്നെ ഓരോ ഓഫീസിലും അപ്പോൾ തകരാറ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഏകദേശം 75% വർക്ക് കംപ്ലീറ്റ് ആയ സ്ഥലത്ത് അത് തുടരാനായിട്ട് ആളില്ല.
ആ സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 75% റിസർച്ച് ചെയ്തിട്ട് അത് അവിടെ ക്ലോസ് ചെയ്യേണ്ടി വരും. ആ സ്ഥിതി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഡിപ്പാർട്ട്മെന്റ് ആരും പറയാത്തതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് താങ്കളുടെ സത്വര ശ്രദ്ധ ആ ലെവലിൽ കൂടെ ഓവറോൾ ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഡ്രൈവറെ തൊട്ട് ജോയിന്റ് ഓഫീസറെന്ന് പറഞ്ഞ സകല ഡിപ്പാർട്ട്മെന്റ് സകല ആൾക്കാരെ ഉൾപ്പെടുത്തി. അതിന് മറുപടി പറയാം. ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ഇന്ന് റിട്ടയർ ആവുക, അത് 5 കൊല്ലത്തിനകത്ത് നമ്മൾ സാധിച്ചെടുത്തില്ല. പിന്നെ റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഇനിയുള്ളതെങ്കിലും പിന്നെ ഞാൻ ഈ 40 ആയിപ്പോയ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായി. 100 പേരെ റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിലും ഞാൻ വന്നു. എനിക്കത് വലിയൊരു അവസരം കിട്ടി. റെക്കമെൻഡ് ചെയ്തപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചില്ല. അന്ന് ഞാൻ സാധാരണ ഒരു മെമ്പറായിരുന്നു, ആരും എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തോണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ 40 പോസ്റ്റിലും 30 പോസ്റ്റിലും ആർട്ടിസ്റ്റ് ഇത് ട്രഡീഷണൽ ഏരിയ, ഓൺലി ഫോർ ട്രഡീഷണൽ ഏരിയ. പക്ഷെ ട്രഡീഷണൽ ഏരിയ കേരളം മാത്രമേ ഉള്ളൂ. നോൺ ട്രഡീഷണൽ കന്യാകുമാരി കേരളം ഞാൻ ട്രഡീഷണൽ ഏരിയത്തെ പ്രവർത്തനം തൊട്ട് കന്യാകുമാരി വരെയാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റിന്റെ 7 സംസ്ഥാനങ്ങളാണ്. അവിടെ മാത്രമേ ഈ ഡെവലപ്മെന്റ്. നോർത്ത് ഈസ്റ്റിലെ ആൾറെഡി 32 പേരെ എടുത്തു, ഞങ്ങൾ സാർ എടുത്തു. അത് പോയിട്ട് ഇപ്പൊ 50 പേരെ ഞങ്ങൾ ഞാൻ ഇടയ്ക്ക് വന്നിരുന്നു. ചാത്തന്നൂർ എവിടെ ചാത്തന്നൂർ റിലേറ്റീവ് അറിയാമോ? അടുത്തിൻ്റെയൊക്കെ അടുത്ത കണക്ഷൻസ് കഴിഞ്ഞോ? ബൈജു വന്നു. ആ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും.